ഷജ് ജോസഫ്, ഈ ഉത്തരേന്ത്യയിലാകെ തെരഞ്ഞെടുപ്പിൻ്റെയും അല്ലാത്ത പല ഘട്ടങ്ങളിലും വളരെ ആഴത്തിൽ പഠനം നടത്തിയ ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ താങ്കളിലേക്ക് എത്തുന്നത്. കേവലം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലല്ല. ബീഹാറിലെ ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി നടക്കുമ്പോൾ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പ്രത്യേകതകൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പുതിയ പൊളിറ്റിക്കൽ സിനാരിയോയെ എങ്ങനെ വായിച്ചെടുക്കാനാകും? മാത്രമല്ല, ഇന്ന് എക്സിറ്റ് പോളുകൾ കൂടി വരുന്ന ദിനമാണ്. അജിംസാർ നോക്കുക, ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന, അതായത് രണ്ടാമത്തെയും അവസാനത്തേതുമായ ഫേസിൽ നടക്കുന്ന വോട്ടെടുപ്പില് ബീഹാറിന്റെ അജിംസാർ നേരത്തെ പറഞ്ഞ അതിർത്തി പ്രദേശങ്ങളിലാണ് എന്നത്, പ്രത്യേകിച്ച് ജാർഖണ്ഡുമായുള്ള, ഉത്തർപ്രദേശുമായുള്ള, വെസ്റ്റ് ബംഗാളുമായിട്ടുള്ള, നേപ്പാളുമായിട്ടുള്ള ബോർഡർ ജില്ലകളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സീമാഞ്ചലാണ്. സീമാഞ്ചൽ എന്ന് പറയുന്നത് ജാർഖണ്ഡും വെസ്റ്റ് ബംഗാളും തമ്മിലുള്ള ബോർഡറുകളിൽ നിൽക്കുന്ന ജില്ലകളാണ്. ഈ സീമാഞ്ചൽ മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള 60-65% വരെ ചില ജില്ലകളിൽ, ഫോർ എക്സാമ്പിൾ കിഷൻഗഞ്ച്, കട്ടിഹാർ, പൂർണിയ, അററിയ, ഈ ജില്ലകളിലൊക്കെ തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് വളരെ വലിയ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കോൺഗ്രസ് RJD സഖ്യത്തിനായിരിക്കും ഇവിടെ ഒരു വലിയ മേൽക്കൈ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും 2020 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് സീമാഞ്ചൽ മേഖലയിൽ അസദുദ്ദീൻ ഒവൈസിയുടെ AMIM വലിയ തേരോട്ടം നടത്തി. പിന്നീട് അങ്ങോട്ട് അവിടെ ജയിച്ചു വന്ന 5 MLA-മാരിൽ 4 പേരും RJD-യിലേക്ക് ചേർന്നു എന്നുള്ളത് മറ്റൊരു ചരിത്രം. ഇപ്രാവശ്യവും ഒരു വലിയ ചലഞ്ചർ എന്ന രീതിയിലേക്ക് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി നീങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ യുവാക്കൾക്കിടയിൽ അസദുദ്ദീൻ ഒവൈസിയുടെ അൺഡൈല്യൂട്ടഡ്, വെള്ളം ചേർക്കാത്ത രാഷ്ട്രീയ പ്രസംഗങ്ങൾ, ആ രാഷ്ട്രീയ പ്രസംഗം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നതിൽ സംശയമില്ല. എന്നാൽ മറ്റ് ജില്ലകളിലേക്ക് വന്നാൽ, അത് ജഹാനാബാദ്, ഗയ, നവാദ, ജമുയി, ഈ മേഖലകളിലേക്ക് നമ്മൾ വന്നാൽ അവിടെ രാഷ്ട്രീയ ജനതാദൾ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ JDU നേതൃത്വം കൊടുക്കുന്ന BJP ഉൾപ്പെടുന്ന NDA മുന്നണിയും തമ്മിൽ വളരെ ശക്തമായ ക്ലോസ് ഫൈറ്റാണ് നടക്കുന്നത്. എന്ന് പറയുമ്പോഴും ഒരു വസ്തുത നമ്മുടെ മനസ്സിലിരിക്കേണ്ടത്, പ്രശാന്ത് കിഷോർ നേതൃത്വം കൊടുക്കുന്ന പുതിയ താരതമ്യേന പുതിയ പാർട്ടിയായ ജൻസ്വരാജ് പാർട്ടിക്ക് ഈ മേഖലയിൽ നടത്താൻ പറ്റിയിട്ടുള്ള, മറ്റെല്ലാ മേഖലകളിലും വെച്ച് ഈ പറഞ്ഞ മേഖലകളിൽ നടത്താൻ പറ്റിയിട്ടുള്ള നീക്കം, സ്വാധീനം എന്ന് പറയുന്നത് ചെറുതല്ല. പക്ഷേ മുന്നോക്ക വർഗ വിഭാഗങ്ങളിൽപ്പെട്ട യുവാക്കൾക്കിടയിൽ അവർ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും പരമ്പരാഗതമായി BJPക്ക് വേണ്ടി അല്ലെങ്കിൽ NDAക്ക് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അവർക്കിടയിൽ വലിയ നീക്കങ്ങൾ നടത്തിയതിനാല് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായി എന്ന് BJP മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും പ്രശാന്ത് കിഷോറിന്റെ നീക്കങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് BJPക്ക് വേണ്ടി 3 വർഷം മുൻപേ ഇറങ്ങിയ നിതീഷ് കുമാറിനെ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നീക്കം നടത്തി 2020 ചിരാഗ് പാസ്വാനെ കൊണ്ട് ചെയ്യിച്ച് ആ പ്രവൃത്തിയാണോ ഇദ്ദേഹത്തെ കൊണ്ട് നടത്താൻ BJP ശ്രമിച്ചത് എന്നൊരു സംശയത്തോടെയാണ് ഞാനൊക്കെ ബീഹാറിലോട്ട് ചെല്ലുന്നത്. എന്നാൽ പ്രശാന്ത് കിഷോർ നടത്തിയ നീക്കങ്ങൾ BJPയെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. കാരണം തങ്ങളുടെ തനതായ വോട്ട് ബാങ്കായ മുന്നോക്ക വർഗക്കാരുടെ ഇടയിൽ നിന്ന് വലിയ പിന്തുണ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശാന്ത് കിഷോർ മുന്നോട്ട് വയ്ക്കുന്ന
തൊഴിലില്ലായ്മ എന്ന് പറയുന്ന, വിദ്യാഭ്യാസമില്ലായ്മ എന്ന് പറയുന്ന, ബീഹാറി ഫസ്റ്റ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ, ജയ് ജയ് ബീഹാർ എന്ന് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ പിന്നോക്ക വർഗക്കാരായ വിദ്യാഭ്യാസമുള്ള യുവതി യുവാക്കളിൽ വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബീഹാറിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ നമ്മൾ കാണാത്ത ഒരു വോട്ടർ ടേൺ ഔട്ട്, വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണം, വോട്ടിംഗ് ശതമാനം ആദ്യത്തെ ഫേസിലും അപ്പുറം കടക്കുമെന്നാണ് ഈ രണ്ടാം ഫേസിൽ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്തരം ഭീഷണികളെ ഒക്കെ ഈ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിഷ്കരണം കൊണ്ട് അതിജീവിക്കാം എന്നൊക്കെ കരുതുന്ന കോണുകളുണ്ട്. ശ്രീ ഷാജി ജോസഫ്, അങ്ങനെ വോട്ടർ ടേൺ ഔട്ട്, വോട്ടർമാർ എത്ര ശതമാനം വോട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണക്കാക്കുമ്പോൾ FIR എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ ബീഹാറിലെ വോട്ടർമാരെ പിടിച്ചുകെട്ടാൻ സാധിക്കും ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഇലക്ഷൻ കമ്മീഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നടക്കാവുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് ആദ്യ ഫേസിലെ വോട്ടിംഗ് ശതമാനം നമ്മളെ കാണിച്ചു വരുന്നത്. അതുതന്നെയാണ് NDA മുന്നണിക്ക് വലിയ തലവേദനയായി മാറുന്നത്. ഇതിനോടൊപ്പം നമ്മൾ കരുതേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാറിൽ 20 വർഷമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് BJPക്ക് സ്വന്തമായ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ പോലെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള നീക്കം BJP നടത്തുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയ നിതീഷ് കുമാർ, അദ്ദേഹത്തിന്റെ പാർട്ടി JDUവിന്റെ കാഡറുകൾ BJP മത്സരിക്കുന്ന പല സീറ്റുകളിലും, ചിറാഗ് പാസ്വാന്റെ LJP മത്സരിക്കുന്ന പല സീറ്റുകളിലും RJDയുമായി ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം BJP നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ബീഹാർ, നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, BJPയുടെ മുന്നേറ്റം ഈ രാജ്യത്ത് മോദിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ കാലം മുതൽ ഈ 11 വർഷമായിട്ടും ഇന്നുവരെ ബീഹാർ പോലൊരു സംസ്ഥാനത്ത് BJPക്ക് ഒരു വലിയ വളർച്ച നേടാൻ സാധിച്ചിട്ടില്ല. BJP ഇന്നും നിതീഷ് കുമാറിന്റെ JDUവിന്റെ അത് 23 സീറ്റാണെങ്കിലും 43 സീറ്റാണെങ്കിലും BJP 73 സീറ്റാണെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിൽക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. അതിൽ നിന്ന് മുക്തമായി BJP ബീഹാറിനെ പോലുള്ള ഒരു തന്ത്രപരമായ ഒരു രാഷ്ട്രീയപരമായി തന്ത്രപരമായ ഒരു സംസ്ഥാനത്തെ കയ്യിലൊതുക്കാൻ നോക്കുന്നതിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായി അവർ നടത്തുന്ന ഒരു വലിയ നിതീഷ് കുമാർ വിരുദ്ധതയെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിതീഷ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നിതീഷ് കുമാർ ബീഹാറിലെ മുഖ്യമന്ത്രി ആയിരിക്കാനുള്ള മുഴുവൻ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അത് മഹാഗഠബന്ധന്റെ പിൻബലത്തോടെയാണെങ്കിലും അതല്ല എങ്കിൽ NDAയുടെ തന്നെ സ്വാഭാവികമായ പിന്തുണയോടുകൂടിയാണെങ്കിലും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിതീഷ് കുമാർ അല്ല മുഖ്യമന്ത്രി എന്ന് വരുന്നെങ്കിൽ BJPയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാൻ നിതീഷ് കുമാർ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ചിലപ്പോൾ RJD കൂടെയും ചിലപ്പോൾ BJPയുടെ കൂടെയും നിൽക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ ഡിക്ഷണറിയിൽ ഈ പ്രവർത്തനത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് പ്രായോഗിക സോഷ്യലിസം എന്നാണ് പറയുന്നത്. അദ്ദേഹം കൊടുത്ത നിർവചനമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരന്റെ കൗശലത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരൊറ്റ നിർവചനം മനസ്സിലാക്കിയാൽ മതി. പ്രാഗ്മാറ്റിക് സോഷ്യലിസം എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിതീഷ് കുമാർ എന്ന നേതാവിനെ അദ്ദേഹത്തിന് പ്രായമായി അദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോഴും നിതീഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ ചടുലത അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് എനിക്ക് വീണ്ടും മനസ്സിലായി. ഏതാണ്ട് 14 വർഷത്തോളം നിതീഷ് കുമാറിന്റെ പല തെരഞ്ഞെടുപ്പും നേരിട്ട് കവർ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിതീഷിനെ വീഴ്ത്തി BJP ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കാനുള്ള നീക്കം അത് FIR-നോട് നടത്തിയാലും അതല്ല ചിറാഗ് പാസ്വാനിൽ നടത്തിയാലും ഇനി അങ്ങോട്ട് പ്രശാന്ത് കിഷോറിൽ നടത്താൻ നോക്കിയാലും അതൊന്നും വിലപ്പോകില്ല എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത്. തീർച്ചയായും. അതുപോലെ തന്നെ ഇപ്പോൾ
ഈ കോൺഗ്രസ് ഒക്കെ മാറി നിന്ന RJD തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം ഈ മഹാഗഡ്ബന്ധനെ എങ്ങനെയൊക്കെ അനുകൂലിക്കും? കാരണം യാദവ് വോട്ടുകൾ, പഴയ ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു തുടർച്ചയായി നിൽക്കുന്ന വൈകാരികത, അതൊക്കെ ഇപ്പോഴും അവിടെ ശേഷിക്കുന്നുണ്ടോ ബീഹാറിൽ? ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എന്ത് ചിന്തിച്ചാലും ഒരു കാര്യം മനസ്സിലാക്കുക. 1990, അതായത് ഞാൻ ബീഹാറിൽ പട്നയിലെ ചെല്ലുന്ന സമയം, പത്രപ്രവർത്തനം അവിടെ പട്നയിലേക്ക് മാറി ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ലാലു യാദവ് അധികാരമേറ്റെടുത്ത വന്ന കാലം മുതൽ 2005 വരെ ബീഹാറിൽ നിലനിന്നിരുന്ന ലാലു ഭരണത്തിന്റെ ഒരു ഭൂതം, ജംഗിൾ രാജ്, അത് ജംഗിൾ രാജ് എന്ന് BJP വിളിക്കുന്നത്. അതായത് ആ ഭരണത്തിന്റെ ഭരണഘോട്ടങ്ങളുടെ പ്രശ്നങ്ങൾ, അതിന്റെ ഭൂതം, ലാലു ഭരണത്തിന്റെ, ലാലു റജീമിന്റെ ഭൂതം ഇപ്പോഴും തേജസ്വി യാദവിനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പിന്തുടരുകയാണത്. അതൊന്ന് ഷെയ്ക്ക് ഓഫ് ചെയ്ത് അതിൽ നിന്ന് മുക്തനായി ജനങ്ങളുടെ മുമ്പിൽ അവതരിക്കാൻ എന്ന് സാധിക്കുമോ അന്ന് മാത്രമേ തേജസ്വി യാദവിന് ഈ യാദവ് മുസ്ലിം ആക്സിസിനും അപ്പുറം വോട്ടുകൾ നേടാനാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് BJP വീണ്ടും വീണ്ടും ജംഗിൾ രാജ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രധാനമന്ത്രി പറയുന്നത് എന്താണെന്ന്. പ്രധാനമന്ത്രി പറയുന്നത് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായാൽ ജംഗിൾ രാജ് ലാലുവിയൻ ഭരണകാലത്തെ തോക്കുമാരി പെരുവഴിയിലിറങ്ങി ഭീഷണിപ്പെടുത്തി പൈസ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വീണ്ടും സംജാതമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി വോട്ട് പിടിക്കുക എന്നാണ് ഇതിന് പറയുന്നത്. സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തി വോട്ട് പിടിക്കാൻ നോക്കുന്ന പ്രധാനമന്ത്രിയുടെയും BJPയുടെയും തന്ത്രത്തിന്റെ ഭാഗമാണിത്. ഇനി നമുക്ക് ഷാജി ജോസഫ്, അവിടെ ബീഹാറിൽ 90 മുതൽ 2005 വരെ നടന്ന ഭരണം എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരിൽ വലിയ ഭയമുളവാക്കുന്നതായിരുന്നു. നമ്മളൊക്കെ അന്ന് പത്രപ്രവർത്തകരായി നീങ്ങുന്നുകൊണ്ട് നമ്മളോടൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും സാധാരണ വളരെ കഷ്ടപ്പെട്ടാണ് ലോ ആൻഡ് ഓർഡർ നടിയിൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എത്രത്തോളം അവതരിക്കാവൂ ആ അധപതനത്തിന്റെ റെക്കോർഡിട്ട കാലമായിരുന്നു അത്. അതിലൊന്നും ഒരു തെറ്റുമില്ല. ആ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് സമ്മതിദായകരെ വീണ്ടും ഒരിക്കൽ കൂടി കൊണ്ടുവന്ന് അവരെ ഭയപ്പെടുത്തി വോട്ട് പിടിക്കുന്ന തന്ത്രമാണ് BJP അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും തേജസ്വി യാദവിനൊരു പുതിയ മുഖമില്ലേ? തേജസ്വി യാദവിനൊരു പുതിയ മുഖമില്ലേ? തേജസ്വി യാദവിനൊരു പുതിയ മുഖമുണ്ട്. യുവാവാണ്, സംസാരങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ഈ ഒരു ഭൂതമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഭരണകാലത്തെ വീഴ്ചകളുടെ ഒരു ഭൂതം, ആ ഭൂതം അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ, മനസ്സിലായി, വ്യക്തമാണ്. പിന്നെ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, മാർക്സിസ്റ്റ് പാർട്ടികളുടെ, പ്രത്യേകിച്ച് ML കഴിഞ്ഞ തവണയൊക്കെ നല്ല രീതിയിൽ അവർ അവരുടെ സാന്നിധ്യം അറിയിച്ചതാണ്. ആ മേഖലകളൊക്കെ എങ്ങനെയാണ്? അത് സാഗർ, സന്ദേശ്, അതായത് ഭോജ്പൂർ ജില്ല, ബറൗണി, ബേഗുസറായി, ഈ ജില്ലകളിലൊക്കെ ഇടതുപക്ഷത്തിന് വലിയ മേലോട്ടം നമുക്കറിയാലോ. ബറൗണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേഗുസറായി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ CPIയുടെ കിട്ടണതായിരുന്നു, കോട്ടക്കൊട്ടമായിരുന്നു. ഇടതുപക്ഷത്തിന് വലിയ അപജയമുണ്ടായ, രാഷ്ട്രീയപരമായും സാമൂഹികപരമായും വലിയ അപജയമുള്ള ഒരു സംസ്ഥാനമാണ്. പഞ്ചാബിൽ നിന്ന് CPIMന്റെ സ്വാധീനം എങ്ങനെയാണോ കുറഞ്ഞത് പോയത്, അതുപോലെ തന്നെ CPIക്ക് വലിയ നഷ്ടം സംഭവിച്ച ഒരു സംസ്ഥാനമാണ്. എന്നാൽ ആ സംസ്ഥാനത്ത് CPIM എന്ന് പറയുന്ന പാർട്ടി നടത്തുന്ന ദളിതർക്ക് വേണ്ടിയുള്ള, അവിടുത്തെ പിന്നോക്ക വർഗക്കാർക്ക് വേണ്ടിയുള്ള, അവിടുത്തെ ദരിദ്രർക്ക് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിലും ദീപാങ്കർ ഭട്ടാചാര്യ എന്ന് പറയുന്ന നേതാവിന്റെ ലീഡർഷിപ്പിൽ മത്സരിച്ചതിൽ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ് നേടിയ പാർട്ടിയായിക്കൊണ്ട് 12 MLA-മാരെ ജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചത്. എനിക്ക് ഓർമ്മ വരുന്ന ലാലു പ്രസാദ് യാദവിന്റെ കാലത്ത് ഭൂരിപക്ഷത്തിന് വേണ്ടി CPIMനെ പോലും പിളർപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു നേതാവാണ് ലാലു. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി അന്ന് വിനോദ് മിശ്രയായിരുന്നു CPIMൽ നിന്ന് കൊണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ദീപാങ്കർ ഭട്ടാചാര്യ എന്ന് പറയുന്ന വളരെ പ്രായോഗിക ജ്ഞാനത്തോടുകൂടി പാർട്ടിയെ നയിക്കുന്ന ഒരു നേതാവാണ് ഉള്ളത്.
അദ്ദേഹത്തിന്റെ കീഴിൽ വളരെ കൃത്യമായി പാർട്ടിയുടെ കൊടിക്ക് കീഴിൽ അടിയുറച്ചു നിൽക്കുന്ന ക്യാഡറും അതുപോലെ തന്നെ MLA-മാരുമാണ് പാർട്ടിക്കുള്ളത്. ഇപ്രാവശ്യവും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, CPI-ML അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തും, സെയിമായി നിർത്തും എന്ന് മാത്രമല്ല, 1-2 സീറ്റിൽ അധികമായി അവർ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും, പ്രത്യേകിച്ച് ഭോജ്പൂരിലെ 2 സീറ്റുകൾ, സസാറാമിലെ 2 സീറ്റുകൾ കൂടി അവർ നേടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് CPI-ML പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് ആശങ്കയില്ല അജിംഷ. ഓക്കെ, താങ്ക് യു. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ച ശ്രീ ഷാജി ജോസഫ്.